ഞങ്ങളിതേ ട്രെയിൻ കയറാൻ പോവുകയാണ് എല്ലാവരും. അതെ, ഞങ്ങളുടെ ട്രാവലർ റെയിൽവേ സ്റ്റേഷനിൽ കിടക്കുകയാണ്. അപ്പം ഞങ്ങളിത് ഇവിടെ നിന്ന് ഫുഡടിയൊക്കെ കഴിഞ്ഞ് ഇനി ഓട്ടോറിക്ഷക്കാണ് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകണം. ഊട്ടിയില്ല, ട്രെയിനിലോ കയറിയില്ല, ഓട്ടോയിലെങ്കിലും ഒന്ന് കയറാം, അതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാം. ഇവിടെ ഭയങ്കര തിരക്കാണ്, വണ്ടികളൊന്നും ഇടാൻ പറ്റണില്ല, ഭയങ്കര ക്യൂ ആയിട്ട് നിൽക്കും വണ്ടികളൊക്കെ. അപ്പോൾ കഴിഞ്ഞ വീഡിയോയുടെ കണ്ടിന്യൂഷനായിട്ടാണ് ഇത്. അപ്പോൾ നമ്മൾ ലഞ്ചൊക്കെ കഴിഞ്ഞ് നമ്മുടെ വണ്ടി റെയിൽവേ സ്റ്റേഷനിൽ ഇട്ടേക്കും കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടുന്ന് ഓട്ടോ പിടിച്ചിട്ടാണ് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്നത്. അപ്പോൾ ഞങ്ങൾ 2 ഓട്ടോയിലായിട്ടാണ് പോയത്. അപ്പോൾ അവിടെ വണ്ടി ഇടാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഓട്ടോ വന്ന് നിർത്തിയിട്ട് കയറാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല കേട്ടോ. ഒരു കണക്കിന് ചാടി കയറിയാണ് ചെയ്തത് ഓട്ടോയിലേക്ക്. അങ്ങനെ പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് നേരെ റെയിൽവേ സ്റ്റേഷനിലേക്ക്, അവിടെ തൊട്ടടുത്ത് തന്നെ കേട്ടോ റെയിൽവേ സ്റ്റേഷൻ. എന്തോ ഒരു 1.5 കിലോമീറ്റർ ഡിസ്റ്റൻസേ ഉണ്ടായിരുന്നുള്ളൂ റെയിൽവേ സ്റ്റേഷനായിട്ട്. അപ്പം നമുക്കിനി ഈ ഓട്ടോയിലിരുന്നിട്ടുള്ള കാഴ്ചകളൊക്കെ കാണാം കേട്ടോ. അപ്പോൾ അത്യാവശ്യം നല്ല ബ്ലോക്കൊക്കെ ഉണ്ടായിരുന്നേ ഇടയ്ക്കിടയ്ക്കായിട്ട്. അപ്പോൾ ഈ പോകുന്ന വഴിയിലെ കാഴ്ചകളൊക്കെ തന്നെ കാണാൻ നല്ല ഭംഗിയായിരുന്നു കേട്ടോ. ചെറിയ ചെറിയ വീടുകൾ, ബിൽഡിങ്ങുകൾ, അതേപോലെ തന്നെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് കാണാൻ സാധിക്കണം ഈ കുതിരകളെ നമുക്കിങ്ങനെ കാണാൻ സാധിക്കും കേട്ടോ. പിന്നെ അതേപോലെ തന്നെ ചെറിയ തോട്ടങ്ങൾ, അങ്ങനെ നമുക്ക് ഒരുപാട് കാഴ്ചകളൊക്കെ നമുക്ക് ഈ ഓട്ടോറിക്ഷയിലിരുന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയായിരുന്നു കേട്ടോ. അങ്ങനെ ഊട്ടിയിൽ ഓട്ടോയിൽ കയറി അങ്ങനെ ഒരു പ്രത്യേകിച്ച് വേറെ ഇതൊന്നുമില്ല എങ്കിൽ പോലും നമുക്കതും എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിച്ചായിരുന്നേ. അങ്ങനെ അതേ നമ്മൾ പിന്നെയും ബ്ലോക്കിൽ പെട്ടിട്ടാ. അങ്ങനെ നമ്മൾ ബ്ലോക്കിൽ കിടക്കുമ്പോഴാട്ടോ അതേ റോഡ് സൈഡിൽ ഒരു പൂ കാണുന്നത്. നല്ല ഭംഗിയുണ്ടല്ലേ കാണാനായിട്ട്. കാടിൻ്റെ ഇടയിലായിട്ട് ഒരു വൈറ്റ് കളറിൽ ഇങ്ങനെ പൂ വിരിഞ്ഞ് നിൽക്കണ്ടായിരുന്നു. അപ്പോൾ അത് നല്ല ഭംഗി തോന്നിയാറ് ഞാനത് സൂം ചെയ്ത് അതിൻ്റെ വീഡിയോ എടുത്താട്ടോ. ഇവിടുത്തെ ഓരോരോ വീടുകളൊക്കെയാണ് ഞാൻ കാണുന്നത്. അപ്പോൾ ആളുകളൊക്കെ അവിടെ നിൽക്കണ്, തുണി കഴുകണ്, അങ്ങനെ ഓരോന്നൊക്കെ നമുക്ക് ഈ ഓട്ടോയിലിരുന്ന് കാണാൻ സാധിച്ചായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ റെയിൽവേ സ്റ്റേഷനിലെത്തി. അപ്പോൾ നമ്മുടെ ട്രാവലർ അവിടെ കിടപ്പുണ്ട് പാർക്കിങ്ങിൽ. അങ്ങനെ ഇനിയിപ്പോൾ നമുക്കിനി ഇവിടെ ഇറങ്ങി ടിക്കറ്റ് എടുക്കണം കേട്ടോ. അപ്പോൾ ടിക്കറ്റ് എടുക്കാൻ ചെന്നപ്പോൾ കണ്ട കാഴ്ച കേട്ടോ ഇത്. നല്ല ക്യൂ ആയിരുന്നേ. അപ്പോൾ 5:30 ട്രെയിനിനുള്ള ഒരു ടിക്കറ്റ് എടുക്കാനുള്ള ക്യൂ ആണ് കേട്ടോ കാണുന്നത്. അപ്പോൾ ആകെ എന്തോ 52 ടിക്കറ്റേ ഉള്ളൂ, പക്ഷേ ഇത്രയും ക്യൂ ഉണ്ട്. അതിൽ ഒരാൾക്ക് എന്തോ 4 ടിക്കറ്റ് വെച്ച് എടുക്കാൻ പറ്റുള്ളൂ കേട്ടോ. അങ്ങനെ ആട്ടോ ഇപ്പോൾ ഈ ഓരോരുത്തർ നിൽക്കണം. അപ്പോൾ ഞങ്ങൾക്ക് അത്ര വലിയ പ്രതീക്ഷയൊന്നും ഉണ്ടായിരുന്നില്ല ടിക്കറ്റ് കിട്ടുമെന്ന്. പക്ഷേ എന്തോ ഞങ്ങൾക്ക് ടിക്കറ്റ് കിട്ടിയായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ വണ്ടിയിൽ തിരിച്ചു വന്നു. അപ്പോൾ ഇനി എന്തോ 1 മണിക്കൂർ സമയമുണ്ട് ഞങ്ങൾക്ക് ഇനി ട്രെയിനിൽ കയറാനായിട്ട്. അങ്ങനെ അപ്പോൾ നമ്മൾ വിചാരിച്ചു ഒന്ന് ചുറ്റുമൊന്ന് ഊട്ടിയിലൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് കറങ്ങാലോ എന്ന് വിചാരിച്ച് ഞങ്ങൾ ഇറങ്ങിയതാണ് കേട്ടോ ഇത്. അപ്പോൾ 1 മണിക്കൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് പോവുകയും ചെയ്യും, എന്നാലും വെറുതെ അവിടെ സ്റ്റേഷനിൽ കിടക്കണ്ടല്ലോ. അങ്ങനെ ഞങ്ങൾ ഇറങ്ങിയതാണ് കേട്ടോ. പക്ഷേ വണ്ടിയിൽ ഇറങ്ങി നമുക്ക് ബൊട്ടാണിക്കൽ ഗാർഡൻ്റെ ഭാഗത്തേക്കൊക്കെ ഒന്ന് പോകാമെന്ന് വിചാരിച്ചാണ് ഞങ്ങൾ ഇറങ്ങിയത്. പക്ഷേ നല്ല ബ്ലോക്കൊക്കെ ഉണ്ടായിരുന്നേ, നമുക്ക് അങ്ങോട്ടൊന്നും പോകാനേ പറ്റിയില്ലായിരുന്നു. പിന്നെ ഈ പോകുന്ന വഴിയിലെ കാഴ്ചകളൊക്കെ കാണാൻ ഓരോ ബിൽഡിങ്ങും കാര്യങ്ങളും, അങ്ങനെ ഓരോ കാഴ്ചകളൊക്കെ ഞങ്ങൾ വണ്ടിയിലിരുന്ന് ഇങ്ങനെ കണ്ടായിരുന്നു കേട്ടോ. അല്ലാതെ വേറെ ടൂറിസ്റ്റ് പ്ലേസിലേക്കൊന്നും പോകാനുള്ള ടൈമും ഇല്ല, അതിനുള്ള സാഹചര്യവും അല്ലായിരുന്നു. ഇത് കണ്ട ഇവിടേക്ക് എത്തിയപ്പോഴത്തേനും നല്ല ബ്ലോക്കായിരുന്നേ. പിന്നെ ഞങ്ങൾ വിചാരിച്ചു ഇനി മുന്നോട്ട് പോകാതിരിക്കാനാണ് നല്ലത്, കാരണം നമ്മൾ ട്രെയിൻ പിന്നെ മിസ്സായി പോയാൽ ബുദ്ധിമുട്ടല്ലേ. അങ്ങനെ നമ്മുടെ വണ്ടി നമ്മൾ നേരെ ഇത് കാണുന്നൊരു പള്ളിയാണ് കേട്ടോ. അപ്പോൾ ആ പള്ളിയുടെ ഉള്ളിൽ കയറ്റിയിട്ട് നമുക്കൊന്ന് കറങ്ങി പോരാം എന്നുള്ള രീതിയിലാണ് ഈ പള്ളിയിൽ കയറ്റിയത്. അപ്പോൾ ഇത് ക്രിസ്മസിൻ്റെ ആ ഒരു ടൈം ആയതുകൊണ്ട് തന്നെ ആ പള്ളിയിലൊക്കെ നിറച്ച് ഡെക്കറേഷനും കാര്യങ്ങളും മറ്റേ മിന്നാമിന്നി ലൈറ്റൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നേ. അപ്പോൾ രാത്രി ആവുന്നതല്ലേ ഉണ്ടായിരുന്നുള്ളൂ, അതുകൊണ്ട് ആ ലൈറ്റുകളൊന്നും തെളിച്ചിട്ടുണ്ടായിരുന്നില്ല. എങ്കിൽ പോലും ഈ പള്ളി കാണാൻ നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെയും ആളുകളൊക്കെ ഒരുപാട് ഉണ്ടായിരുന്നേ. ക്രിസ്മസിനോടനുബന്ധിച്ച് ആളുകളൊക്കെ വന്നു തുടങ്ങുന്നുണ്ടായിരുന്നു ഈ പള്ളിയിൽ.
അപ്പോൾ നല്ല ഭംഗിയുണ്ടല്ലേ പള്ളി കാണാനായിട്ട്. അപ്പോൾ അതിൻ്റെ ചുറ്റിനും ഇങ്ങനെ ചെടികളും ഗാർഡൻസും ഒക്കെ ഉണ്ട് കേട്ടോ ഈ പള്ളിയുടെ ഫ്രണ്ടിലായിട്ട്. അപ്പോൾ അതിലൊക്കെ ഇങ്ങനെ ലൈറ്റുകളൊക്കെ പിടിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ അതൊന്നും തെളിഞ്ഞു വന്നിട്ടില്ല. അതൊക്കെ കുറച്ചും കൂടി കഴിയുമ്പോഴാട്ടോ അതൊക്കെ ലൈറ്റൊക്കെ തെളിക്കുള്ളൂ. അപ്പോൾ നല്ല ഭംഗിയുണ്ട്, കുറേ പൂക്കളും ഒക്കെ ആയിട്ടുള്ള വലിയൊരു ഗാർഡൻ തന്നെ ഉണ്ട് കേട്ടോ ആ പള്ളിയുടെ ഫ്രണ്ടിൽ. പിന്നെ ഞങ്ങൾ തിരിച്ചു പോകാൻ തന്നെ തീരുമാനിച്ചിട്ട് ഇനിയിപ്പോൾ അവിടെ ഇവിടെയൊക്കെ തങ്ങി നിന്ന് നമ്മുടെ ട്രെയിൻ വെറുതെ മിസ്സാകണ്ടല്ലോ എന്ന് വിചാരിച്ച് പിന്നെ ഞങ്ങൾ തിരിച്ചായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ ആ പള്ളിയുടെ കടന്ന് പുറത്തേക്ക് ഇറങ്ങിയപ്പോഴത്തേനും ആ പള്ളിയുടെ ഓപ്പോസിറ്റായിട്ട് വേറൊരു പള്ളിയും കൂടി ഉണ്ടായിരുന്നിട്ട്. എനിക്ക് പള്ളിയുടെ പേരൊന്നും അറിയില്ല കേട്ടോ, അതാട്ടോ ഞാൻ പറയാത്തത്. അങ്ങനെ പിന്നെ ഞങ്ങൾ വീണ്ടും നമ്മൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് തന്നെ തിരിച്ചു പോകുക കേട്ടോ. അപ്പോൾ പോകുന്ന വഴിയിൽ ഒരുപാട് ഭംഗിയുള്ള കാഴ്ചകളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. ഇവിടുത്തെ ബിൽഡിങ്ങുകളൊക്കെ തന്നെ കാണാനായിട്ട് ഒരു പ്രത്യേക ഭംഗിയാണല്ലേ. അവരുടെ ആ ബിൽഡിങ്ങിൻ്റെയൊക്കെ ആ പെയിൻറ്റിങ്ങും അതൊക്കെ ഒരു പ്രത്യേക ലുക്കാണ് കേട്ടോ കാണാനായിട്ട്. അങ്ങനെ നമ്മൾ ഓരോ കാഴ്ചകളൊക്കെ കണ്ടു. പിന്നെ റോഡിലായിട്ട് അവിടെ ഇവിടെയായിട്ട് നമുക്ക് ഓരോ കുതിരകളെയൊക്കെ കാണാൻ സാധിച്ചാൽ നമ്മുടെ നാട്ടിൽ പശുക്കളെ കാണുന്ന പോലെ കേട്ടോ അവിടെയൊക്കെ കുതിരകളെയൊക്കെ റോഡ് സൈഡിൽ കാണുന്നത്. അപ്പോൾ അതൊക്കെ ഇങ്ങനെ വണ്ടിയൊക്കെ നിർത്തി അങ്ങനെ നമ്മൾ ഓരോ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്ത് അങ്ങനെ നമ്മൾ മുന്നോട്ട് പോകുക കേട്ടോ. അപ്പോൾ നമ്മുടെ ഡ്രൈവറായിട്ട് വന്ന പയ്യൻ ഭയങ്കര സപ്പോർട്ടീവായിരുന്നേ. നമുക്ക് വീഡിയോ എടുക്കാനും എക്കത്തിനും ഭയങ്കര സപ്പോർട്ടീവായിട്ട് ഉണ്ടായിരുന്ന ഒരു പയ്യനായിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കണേ. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോക്ക് ലൈക്ക് ഷെയർ കമൻറ്റൊക്കെ ചെയ്യാൻ മറക്കരുത് കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും എൻ്റെ വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ എല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നമ്മളങ്ങനെ ഊട്ടി റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് സമയം കളയണ്ട കേട്ടോ, വേഗം തന്നെ ഇറങ്ങാം. ഞങ്ങളിതേ ട്രെയിൻ കയറാൻ പോവുകയാണ് എല്ലാവരും. അപ്പോൾ നമ്മുടെ ട്രെയിൻ ഒരു 6 മണിക്കാണ് സ്റ്റാർട്ട് ചെയ്യണതെന്നാണ് കേട്ടോ ഇപ്പോൾ പറയണേ. ഇപ്പോൾ സമയം ഒരു 5:30 ആവാറായിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ സമയം കളയാതെ വേഗം തന്നെ സ്റ്റേഷൻ്റെ അകത്തേക്ക് പോവുക കേട്ടോ. അപ്പോൾ എല്ലാവരും ഭയങ്കര ഒരു ത്രില്ലിലാണ്, പ്രത്യേകിച്ച് പിള്ളേർ. അവരാദ്യമായിട്ടാണ് ഇങ്ങനെ ട്രെയിനിന് പോകണത്. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷത്തിലാണ് കേട്ടോ എല്ലാവരും. അപ്പോൾ ഞങ്ങളവിടെ എത്തിയപ്പോഴത്തേനും അത്യാവശ്യം തിരക്കും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പ്ലാറ്റ്ഫോമിലൊക്കെ നിറച്ച് ആളുകളെ കൊണ്ട് നിറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ അരമണിക്കൂറും കൂടി ഉള്ളൂ ട്രെയിൻ വിടാനായിട്ട്. അപ്പോൾ അതിൻ്റെ ഒരു ആകാംക്ഷയും ത്രില്ലിലാണ് കേട്ടോ എല്ലാവരും തന്നെ. അങ്ങനെ പിന്നെ ഞങ്ങൾ അവിടെ സീറ്റൊക്കെ കിട്ടി, ഞങ്ങളവിടെ ഇരുന്നു. പിന്നെ പിള്ളേർക്ക് ഓരോ കൂൾ ഡ്രിങ്ക്സും കാര്യങ്ങളൊക്കെ വാങ്ങിക്കൊടുത്തു. ഞങ്ങളവിടെ വെയിറ്റ് ചെയ്തിരിക്കും കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് കിട്ടിയ ടിക്കറ്റിൽ ഒരു 2 ടിക്കറ്റ് ഒരു VIP ടിക്കറ്റായിരുന്നേ. അത് വേറെ ബോഗിയിലായിരുന്നു കേട്ടോ സീറ്റ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് ഒരുമിച്ചിരിക്കാനായിരുന്നു താല്പര്യം. അപ്പോൾ ആ 2 ടിക്കറ്റ് എങ്ങനെയെങ്കിലും ഒന്ന് എക്സ്ചേഞ്ച് ചെയ്ത് ഞങ്ങളുടെ ബോഗിയിൽ തന്നെ ഇരിക്കാനുള്ള അറേഞ്ച്മെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങളിങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കുക കേട്ടോ ഇതിൻ്റെ ഇടയിൽ. അങ്ങനെ പിന്നെ ഞങ്ങൾ അവിടുത്തെ ഒരു പോലീസുകാരനുണ്ടായിരുന്നു, ദേ നിൽക്കണ ആളാട്ടോ. ആ സാറ് ഒരു മലയാളി ആയതുകൊണ്ട് നമ്മളോട് താല്പര്യം തോന്നിയ കാരണം നമുക്ക് അത് നമ്മുടെ ടിക്കറ്റ് ഒരു കപ്പിൾസിന് കൊടുത്തിട്ട് നമുക്ക് സീറ്റൊക്കെ ഒരുമിച്ച് അറേഞ്ച് ചെയ്ത് തന്നായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ രാവിലെ തുടങ്ങി കാത്തിരുന്ന നമ്മുടെ ട്രെയിൻ ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പം നമ്മൾ എല്ലാവരും അവിടെ നിന്ന് വെച്ചാൽ സ്റ്റേഷനിലുള്ള എല്ലാവരും തന്നെ ഭയങ്കര ത്രില്ലിലാണ് കേട്ടോ. ട്രെയിൻ കണ്ടപ്പോൾ തന്നെ എന്തോ ചാടി കയറാൻ പാകത്തിന് അങ്ങനെ നിൽക്കുക കേട്ടോ. പക്ഷേ പോലീസുകാരൊക്കെ ഇങ്ങനെ ഫുള്ളിങ്ങനെ അവിടെ ഇവിടെ ആയിട്ട് നിൽക്കുന്നുണ്ട്, എല്ലാവരെയും ഇങ്ങനെ കവർ ചെയ്തുകൊണ്ട്. അങ്ങനെ അതിൻ്റെ ഉള്ളിൽ നിന്ന് ആളുകൾ ഇറങ്ങാനുള്ള ഇടയില്ല കേട്ടോ ആളുകൾക്ക് അതിൻ്റെ അകത്തേക്ക് കയറാനായിട്ട്. അതുമാതിരത്തെ തിക്കും തിരക്കാണ്ടോ ഈ കാണുന്നത്. അപ്പോൾ അവരെല്ലാവരും ഇറങ്ങിക്കഴിഞ്ഞാൽ മാത്രമേ നമ്മളകത്തേക്ക് കയറ്റത്തുള്ളൂ. ആ നിൽക്കണതൊക്കെ പോലീസുകാരാണ്. പിന്നെ അതേപോലെ തന്നെ എല്ലാവർക്കും ഓരോ സീറ്റ് എന്നുള്ള രീതിയിലാണ് കേട്ടോ. അല്ലാതെ നിന്ന് പോകാനൊന്നും പറ്റത്തില്ല. ഓരോ സീറ്റിൽ ഓരോരുത്തർക്ക് ഇരിക്കാൻ പാകത്തിനുള്ള ആളുകളെ മാത്രമേ ആ ട്രെയിനിൽ കയറ്റത്തുള്ളൂ. പിന്നെ അതേപോലെ തന്നെ ഓരോ ടിക്കറ്റിനും ഓരോ സീറ്റ് നമ്പർ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എത്ര തിരക്കിയിട്ട് കാര്യമൊന്നുമില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ അവരവരുടെ സീറ്റിൽ തന്നെ അവരവർക്ക് ഇരിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ എങ്കിൽ പോലും എല്ലാവരും ഭയങ്കര തിരക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നിൽക്കുക കേട്ടോ അതിൻ്റെ അകത്തേക്ക് കയറാനായിട്ട്. അങ്ങനെ ഏറ്റവും ലാസ്റ്റായിട്ട് ഞങ്ങളും കയറിയത്. അങ്ങനെ ഞങ്ങൾ ട്രെയിനിൻ്റെ അകത്ത് കയറി അങ്ങനെ ഇരുന്നിട്ടാ.
അപ്പോൾ ഇതാണ് നമ്മുടെ ബോഗി. അപ്പോൾ നമുക്ക് ഒരേ ബോഗിയിലാണെങ്കിലും അടുത്തടുത്തൊന്നും അല്ലായിരുന്നു കേട്ടോ സീറ്റ് ഉണ്ടായിരുന്നത്. നമുക്ക് കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ടുള്ള സീറ്റുകളൊക്കെയാണ് നമുക്ക് കിട്ടിയിരുന്നത്. അപ്പോൾ അതേ നമ്മുടെ ട്രെയിൻ ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും, പ്രത്യേകിച്ച് ട്രെയിനിൽ നമ്മുടെ ബോഗിയിലുണ്ടായിരുന്ന എല്ലാവരും ഭയങ്കര ആകാംക്ഷയിലായിരുന്നു കേട്ടോ. കൂടുതലും കുട്ടികളൊക്കെ ആയിരുന്നു നമ്മുടെ ബോഗിയിലുണ്ടായിരുന്നത്. അപ്പോൾ എല്ലാവരും തന്നെ പുറത്തേക്കൊക്കെ നോക്കി ഇങ്ങനെ കാഴ്ചകൾ ഇങ്ങനെ ആകാംക്ഷയോടുകൂടി നോക്കിയിരിക്കും കേട്ടോ. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ട്രെയിൻ യാത്ര എന്ന് പറയുന്നത് ഒരു തവണയെങ്കിലും ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യേണ്ടത് തന്നെയാണ് കേട്ടോ. അപ്പോൾ നിങ്ങളാരെങ്കിലും ഇത് ഇങ്ങനെ പോയിട്ടില്ലെങ്കിൽ ഒരിക്കലെങ്കിലും ഒന്ന് പോയി നോക്കണേ. ശരിക്കും ഒരു തവണയെങ്കിലും ഇത് ഈ ട്രെയിൻ യാത്ര ഒന്ന് ആസ്വദിക്കണത് നല്ല ഒരു ഇതായിരിക്കും. ഞാൻ കാര്യം രണ്ടാമത്തെ തവണയാണെങ്കിൽ പോലും എനിക്കിത് ഭയങ്കര ഇഷ്ടമുണ്ട് ഈ ട്രെയിൻ യാത്ര. കുറേ നാളുകൾക്ക് ശേഷമാണ് ഇപ്പം ഞാൻ വീണ്ടും ഈ ട്രെയിൻ യാത്ര ചെയ്യണത്. അപ്പോൾ പിള്ളേർക്ക് വേണ്ടിയിട്ടാണ് കൂടുതലും ഈ ട്രെയിനിൽ കയറിയതെങ്കിലും നമുക്കും ഇഷ്ടമൊക്കെ ഉണ്ടായിരുന്നു ഇതിലെ കാഴ്ചകളൊക്കെ കാണാനായിട്ട്. അപ്പോൾ നമ്മളിപ്പോൾ ട്രെയിൻ സ്റ്റാർട്ട് ചെയ്ത് കറക്റ്റ് 6 മണിക്ക് തന്നെ ആയിരുന്നേ. അപ്പോൾ ഇപ്പോൾ രാത്രി ഒന്ന് ആയി തുടങ്ങണുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ വലിയ ഇരുട്ടൊന്നും ആയി തുടങ്ങിയിട്ടില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം നല്ല കാഴ്ചകളൊക്കെ കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിലിരുന്നാൽ തന്നെ നമുക്ക് ഊട്ടിയുടെ ചെറിയൊരു വ്യൂ തന്നെ നമുക്ക് കാണാൻ സാധിക്കും കേട്ടോ. അവിടുത്തെ ബിൽഡിങ്ങുകൾ, വീടുകൾ, തോട്ടങ്ങൾ, റോഡുകൾ, ചെറിയ ചെറിയ അരുവികൾ, അങ്ങനെ എല്ലാം തന്നെ നമുക്ക് ഈ ട്രെയിനിൽ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് കാഴ്ചകളൊക്കെ കാണാൻ സാധിക്കും. നല്ലൊരു അനുഭവം തന്നെ കേട്ടോ അത്. അപ്പോൾ ഈ ട്രെയിനിൻ്റെ 2 സൈഡിലും നല്ല നല്ല കാഴ്ചകളായിരുന്നു കേട്ടോ. എനിക്ക് തോന്നുന്നു അപ്പുറത്തെ സൈഡിലാണ് തോന്നുന്നുണ്ടോ കൂടുതലും വ്യൂ ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ സൈഡിൽ അത്ര നല്ല കാഴ്ചകളൊന്നും ആയിരുന്നില്ല ഉണ്ടായിരുന്നത്. ചെറിയ കാടുകളൊക്കെ മറ്റൊക്കെ ആയിരുന്നു. മറു സൈഡിലാണ് കൂടുതലായിട്ട് വ്യൂ ഉണ്ടായിരുന്നത്. പക്ഷേ എല്ലാവരും തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ എഴുന്നേറ്റ് നിന്നും ഒക്കെ കാഴ്ചകളൊക്കെ കാണുന്നുണ്ടായിരുന്നു കേട്ടോ. ഓരോ ടണൽ വരുമ്പോഴും ഉണ്ടാവുന്ന എല്ലാവരുടെ ഒരു കൂവലുണ്ട് കേട്ടോ. അതൊരു പ്രത്യേക രസം തന്നെയാണ് കേട്ടോ കേൾക്കാനായിട്ട്. അത് വലിയവരായാലും ശരി ചെറിയവരായാലും ശരി നല്ല രസമുണ്ടായിരുന്നു കൂവണത് കാണാനായിട്ട്. അപ്പോൾ അതേ ഇതൊക്കെ കണ്ടോ, ഇതൊക്കെ ഓരോരോ വീടുകളാണ്. അപ്പോൾ ഇതൊക്കെ കാണാനായിട്ട് നല്ല ഭംഗിയുണ്ടല്ലേ. ഓരോ വീടിനും ഓരോ പെയിൻ്റൊക്കെ കളറ് ചെയ്തിട്ട്, പിന്നെ അതേപോലെ തന്നെ തോട്ടങ്ങൾ ഒക്കെ കാണാനായിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇരുട്ട് പതുക്കെ വന്ന് തുടങ്ങുന്നുണ്ടായിരുന്നു. അപ്പോൾ ഒരു ആദ്യത്തെ അരമണിക്കൂർ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും പതുക്കെ ഇരുട്ടൊക്കെ ആയി തുടങ്ങിയായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ട്രെയിൻ യാത്ര എന്ന് പറയുന്നത് കറക്റ്റ് 1 മണിക്കൂറായിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത്. നമ്മൾ കുനൂർ വരെയാണ് കേട്ടോ ട്രെയിനിന് പോണത്. അപ്പോൾ ഒരു 6:30 ആയപ്പോഴത്തേനും ശരിക്കും ഒരു ഇരുട്ടൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അതേ പിള്ളേരൊക്കെ ഇങ്ങനെ ഓരോ കാഴ്ചകളും ഒക്കെ കണ്ട് ഇങ്ങനെ ഇരിക്കും കേട്ടോ സ്തംഭിച്ച് അങ്ങനെ. അപ്പോൾ അതിൻ്റെ ഒരു ത്രില്ലും പിന്നെ പിള്ളേരുടെ കൂവലൊക്കെ കാണുമ്പോഴത്തേനും ഇവർക്ക് ആകെ ഒരു ആകാംക്ഷ കേട്ടോ. പിള്ളേർ അങ്ങനെയൊന്നും കണ്ടിട്ടില്ലല്ലോ. ഈ ഓരോ ടണൽ വരുമ്പോൾ ഉള്ള കൂവലും അതൊക്കെ പിള്ളേർ ഭയങ്കരമായിട്ട് ആസ്വദിച്ചായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ നമ്മൾ ട്രെയിൻ യാത്ര അങ്ങനെ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ യാത്രയുടെ ഇടയിൽ ഇങ്ങനെ സ്റ്റേഷനുകളൊക്കെ ഒരുപാടുണ്ടെങ്കിലും അങ്ങനെ ട്രെയിനൊന്നും നിർത്തിയൊന്നുമില്ലായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളൊരു ഫസ്റ്റത്തെ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെയൊന്നും നമ്മുടെ വണ്ടി ട്രെയിൻ അങ്ങനെ നിർത്തിയൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് സ്ലോ ചെയ്ത് പോയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഈ നേരമായതുകൊണ്ടാണോ എന്നറിയില്ല, എന്തായാലും സ്റ്റേഷനിൽ നിർത്തിയിട്ടില്ല. അപ്പോഴത്തേനും ഇപ്പോൾ ഇരുട്ടൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട്. കാഴ്ചകളൊക്കെ നമുക്ക് കാണലൊക്കെ കുറഞ്ഞു തുടങ്ങി കേട്ടോ ഇരുട്ടായി തുടങ്ങിയത് കാരണം. പക്ഷേ എങ്കിൽ പോലും ആ രാത്രിയിലത്തെ കാഴ്ചകൾ, ആ ലൈറ്റൊക്കെ തെളിഞ്ഞ് കിടക്കണതൊക്കെ കാണാനായിട്ട് ഒരു പ്രത്യേക ഭംഗിയായിരുന്നു കേട്ടോ. ഇങ്ങനെ മിന്നാമിന്നി പോലത്തെ ഇങ്ങനെ വെട്ടങ്ങൾ നമുക്കിങ്ങനെ ദൂരെ നിന്നിങ്ങനെ കാണാട്ടെ, ഇങ്ങനെ ഓരോ വീടുകളിലെയും ഓരോ ബിൽഡിങ്ങുകളിലെയൊക്കെ ഓരോ വെട്ടങ്ങൾ. അപ്പോൾ അതൊക്കെ കാണാൻ നല്ല ഭംഗിയായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് മറു സൈഡിലാണ്, നമ്മുടെ ട്രെയിനിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലുള്ള വ്യൂ ആണ് കേട്ടോ. അപ്പോൾ ഇങ്ങനത്തെ വ്യൂകളാണ് ഈ സൈഡിലായിട്ട് ഉണ്ടായിരുന്നത്. അപ്പം ഞാനിരുന്ന സൈഡിലുള്ള വ്യൂ അല്ല കേട്ടോ, അവിടെ വീടുകൾ മാത്രമേ കാണാൻ സാധിക്കുള്ളൂ. ഈ സൈഡിൽ ഇങ്ങനത്തെ കാഴ്ചകളൊക്കെ ആട്ടോ കാണണം. നല്ല ഭംഗിയുണ്ടല്ലേ കാണാനായിട്ട്. ഇങ്ങനെ മൊത്തത്തിലൊരു വ്യൂ നമുക്ക് ഇങ്ങനെ ഈ സൈഡിൽ നമുക്കിങ്ങനെ കാണാൻ അങ്ങനെ. പിന്നെ ഇരുട്ടൊക്കെ ആയി തുടങ്ങിയപ്പോഴത്തേനും എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇങ്ങനെ ബോറടിച്ചൊക്കെ തുടങ്ങിയായിരുന്നു കേട്ടോ. കാരണം പ്രത്യേകിച്ച് കാഴ്ചകളൊന്നും പുറത്തേക്ക് നോക്കിയാൽ കാണാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് വന്നു തുടങ്ങിയായിരുന്നു.
അപ്പോൾ എങ്കിൽ പോലും ട്രെയിൻ യാത്ര ആയതുകൊണ്ട് തന്നെ നമ്മളെല്ലാവരും ഇങ്ങനെ ആസ്വദിച്ചിരുന്ന്. പിന്നെ ഭയങ്കര സ്പീഡിലൊന്നും അല്ലായിരുന്നു കേട്ടോ ട്രെയിൻ പോയിക്കൊണ്ടിരുന്നത്. ഒരു പതുക്കെ സ്ലോ ചെയ്തിട്ട് തന്നെയായിരുന്നു ട്രെയിൻ പോയിക്കൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇരുട്ടാണെങ്കിൽ പോലും നമുക്ക് പതുക്കെ ഇങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് ഇങ്ങനെ പോകാമായിരുന്നു കേട്ടോ. നല്ല തണുത്ത കാറ്റായിരുന്നു കേട്ടോ പുറത്ത്. അപ്പോൾ നമുക്ക് അതൊക്കെ ഇങ്ങനെ ആസ്വദിച്ച് നമുക്ക് ഇങ്ങനെ യാത്ര ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മുടെ ട്രെയിൻ ഏകദേശം ഒരു കുനൂർ എത്താറായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ട്രെയിൻ ആ സ്റ്റേഷൻ്റെ അടുത്തേക്ക് ഇങ്ങനെ പിടിച്ചിടുക കേട്ടോ. അതാട്ടോ ഈ കാണുന്നത്. അപ്പോൾ ആദ്യം ഇത് ഫ്രണ്ടിലേക്ക് പോയിട്ട് പിന്നെ അത് തിരിച്ച് ആയിട്ടാണ് പിന്നെ അത് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയിട്ടത്. അങ്ങനെ ആട്ടോ ഇത് നമുക്ക് കാണാൻ സാധിച്ചത്. അങ്ങനെ നമ്മുടെ കുറേ നേരത്തെ യാത്രയ്ക്ക് ശേഷം നമ്മളിപ്പോൾ കുനൂർ റെയിൽവേ സ്റ്റേഷനിൽ നമ്മൾ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ യാത്ര ഇവിടെ അവസാനിക്കാൻ പോവുകയാണ്. അപ്പോൾ എല്ലാവരും അതിൻ്റെ ഒരു വിഷമത്തിലൊക്കെ ഉണ്ട്. എത്രയും പെട്ടെന്ന് കാര്യം രാത്രി ആയെങ്കിൽ പോലും ട്രെയിൻ യാത്ര പെട്ടെന്ന് അവസാനിച്ചു എന്നുള്ള ഒരു ഇതായിരുന്നു കേട്ടോ. അപ്പോൾ അതേ നമ്മുടെ ഓപ്പോസിറ്റ് വേറൊരു ട്രെയിനും കൂടി നമ്മൾ കണ്ടായിരുന്നു കേട്ടോ. അതവിടെ നിർത്തിയിട്ടിരിക്കുകയാണ് ആ ട്രെയിൻ. അങ്ങനെ നമ്മുടെ ട്രെയിൻ നിർത്തി ഇപ്പോൾ ഓരോരുത്തരായിട്ട് ട്രെയിനിൽ നിന്ന് ഇറങ്ങിക്കൊണ്ടിരിക്കുക കേട്ടോ. അതിനും നല്ല തിരക്കായിരുന്നു കേട്ടോ ട്രെയിനിൽ നിന്ന് ഇറങ്ങാനായിട്ടും ഉണ്ടായിരുന്നത്. അങ്ങനെ ട്രെയിൻ യാത്ര കഴിഞ്ഞു. അങ്ങനെ ഞങ്ങളിതേ ട്രെയിനിൽ നിന്ന് ഇറങ്ങും കേട്ടോ. അപ്പോൾ ഈ ട്രെയിൻ യാത്ര എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നുണ്ട്. എനിക്ക് നല്ല എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. പിന്നെ ഓരോരുത്തർക്കും ഓരോ അഭിപ്രായങ്ങളായിരിക്കുമല്ലോ. അപ്പോൾ നമ്മൾ വന്ന ട്രെയിനാട്ടോ ആ കിടക്കണത്. അപ്പോൾ ട്രെയിനിൻ്റെ വീഡിയോ എടുക്കണമെന്നൊക്കെ എനിക്കുണ്ടായിരുന്നു. പക്ഷേ എങ്കിൽ അത് ഓരോരുത്തർ ഇറങ്ങണ അനുസരിച്ച് പോലീസുകാർ വന്ന് അതൊക്കെ ഓരോ ബോഗികളായിട്ട് ചെക്ക് ചെയ്ത് അതിൻ്റെ ലൈറ്റൊക്കെ ഓഫ് ചെയ്യും കേട്ടോ. അത് കാരണം അതിൻ്റെ വീഡിയോസൊന്നും മര്യാദക്ക് എടുക്കാൻ പറ്റിയില്ല. പിന്നെ ഭയങ്കര ഇരുട്ടുമായിരുന്നു കേട്ടോ. അതുകൊണ്ട് പിന്നെ നമ്മൾ അതിനൊന്നും നിന്നില്ല. അങ്ങനെ എല്ലാവരും ട്രെയിനിൽ നിന്ന് ഇറങ്ങി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും കേട്ടോ ആ കാണുന്നത്. എങ്ങനെ ഉണ്ടായിരുന്നു എക്സ്പീരിയൻസ്? ജനറൽ ടിക്കറ്റ് എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളിയായിരുന്നു. എങ്ങനെ ഉണ്ടായിരുന്നു? അപ്പം നമ്മൾ ഈ കുനൂരിൽ നിന്ന് ഇനി നേരെ പോകുന്നത് കോയമ്പത്തൂരിലുള്ള ഒരു ഹോട്ടലിലേക്കാണ്, ഒരു അടിപൊളി ഹോട്ടലിലേക്ക്. അപ്പോൾ ആ ഹോട്ടലിലെ കാഴ്ചകളുമായിട്ട് ഞാൻ ഉടനെ വരുന്നതാണ്. അപ്പോൾ എല്ലാവരും അതിനു വേണ്ടി കാത്തിരിക്കണേ. അപ്പോൾ ആ വിശേഷങ്ങളുമായിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ.